ഹലോ ഇറ്റ്സ് ലളിത ജയചന്ദ്രൻ. ഞാൻ പറഞ്ഞില്ലേ ഇതിനെ രണ്ട് പാർട്ടായിട്ട് കട്ട് ചെയ്തു. അപ്പോൾ ഇത് സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വിശേഷം ബാക്കി കൂടെ കേൾക്കുക. എനിക്ക് 7 വയസ്സെന്ന് പറയുമ്പോൾ 77 1977 ഇവിടെ വന്നതാണ്. ട്രിവാൻഡ്രത്ത് വന്നു. അന്ന് ഞാൻ 3ാം ക്ലാസ്സിലാണ്. അപ്പോൾ അന്ന് പക്ഷേ ഞങ്ങൾ താമസിക്കുന്നത് പറഞ്ഞാൽ മണക്കാടാണ്. മണക്കാട് മാർക്കറ്റിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. അപ്പം പക്ഷെ അവിടെ അന്ന് ഞങ്ങളുടെ വീട്ടിൽ പോലും പൊങ്കാല എത്തിയിട്ടില്ല. അന്നെന്ന് പറഞ്ഞാൽ ആ ക്ഷേത്ര പരിസരത്ത് മാത്രം കുറച്ച് പേര് വന്നിരുന്നിട്ട് പൊങ്കാലയിട്ട് പോകുമായിരുന്നു. അല്ലാതെ ദൂരോട്ടൊന്നുമില്ല. ആ കോമ്പൗണ്ടിന് പുറത്ത് പോലും ആൾക്കാരില്ലായിരുന്നു. അത് പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് ഞാൻ 5ാം ക്ലാസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഏരിയയിലോട്ടൊക്കെ വന്നു തുടങ്ങി. പിന്നെ അന്ന് മുതൽ ഉത്സവവും ആഘോഷവുമാണ്. ഇപ്പോൾ ദാ ലോകം മുഴുവൻ. ഇന്നിപ്പോൾ ഞാൻ പൂജപ്പുരയ്ക്ക് അടുത്ത് പുന്നിക്കാമുകളാണ്. ഇപ്പോൾ എനിക്ക് പോകാനുള്ള സാഹചര്യം ഇല്ല. കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് തറയിലിരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്, ഇരുന്നാൽ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത്, എനിക്ക് മാത്രമല്ല. ഇപ്പം നമ്മുടെ ഒരു 50 വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഇപ്പോഴത്തെ രീതിയിൽ. അപ്പം അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ ഇടാം. അപ്പോൾ വീട്ടിൽ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്ന് ഇടാം. അതിന് കുറേ ഗുണങ്ങളുള്ള എന്താണെന്നറിയാം. നമ്മൾ ഒറ്റയ്ക്കായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നാമം പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും. മറ്റുള്ള കൂടെ കുറേ ആൾക്കാരൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ സംസാരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരും. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാനും ഒക്കെ സ്വസ്ഥമായിട്ടിരിക്കാൻ എപ്പോഴും ഒറ്റയ്ക്ക് ഞാൻ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോഴും എനിക്ക് കൂടുതലും ഒറ്റയ്ക്ക് പോകാനാണ് എനിക്കിഷ്ടം. അപ്പോൾ ആ സമയത്താണെങ്കിൽ നമുക്ക് സ്വസ്ഥമായിട്ടൊന്ന് സംസാരിക്കാം, അല്ലേ, സ്വസ്ഥമായിട്ടൊന്ന് നാമം ജപിക്കാം, അല്ലേ. എനിക്കത് ഒരു ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. കൂടുതലും ഞാൻ അമ്പലത്തിൽ പോകുന്നതും ഒറ്റയ്ക്ക് തന്നെയാണ്. അല്ലെങ്കിൽ ജേട്ടനുള്ളപ്പോൾ ജേട്ടൻ വരും, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് കൂടുതലും. പിന്നെ ഇടയ്ക്കൊക്കെ ഇവിടെ അടുത്തുള്ള ആൾക്കാരൊക്കെ ആയിട്ട് പോകാറുണ്ട്. പിന്നെ പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പോകുമ്പോഴുള്ള ഗുണം ഇതാണ്. നമുക്ക് തൊഴുത് കഴിഞ്ഞാൽ കുറച്ച് നേരം അവിടെ ഇരുന്ന് നാമമൊക്കെ പറഞ്ഞ് നമ്മുടെ ഇഷ്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പതുക്കെ വരാൻ പറ്റും. അങ്ങനെ ഒരു ഇതെനിക്കുണ്ട്. ഓക്കെ, അപ്പോൾ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് കഴിക്കട്ടെ. ഇനി ഒരുപാട് വിശേഷങ്ങളുണ്ട് പറയാൻ. എല്ലാം നമുക്ക് കുറച്ചായിട്ട് പറയാം. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.